എന്നും നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ അതിന് ഒട്ടും തന്നെ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും തന്നെ വരാറില്ല. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോയിൽ കൊടുക്കേണ്ട സെറ്റിങ്സുകൾ നമ്മൾ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ സെറ്റിങ്സുകളാണ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ശരിയായ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ എന്തൊക്കെ സെറ്റിങ്സുകളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ലാപ്ടോപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതേ സെറ്റിങ്സ് നിങ്ങൾക്ക് മൊബൈലിലൂടെയും ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾ ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന രീതിയിൽ നിങ്ങൾ ലോഗിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നേരെ വന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ചാനൽ ഡാഷ്ബോർഡിലേക്ക് തന്നെയായിരിക്കും എത്തുന്നത്. അതിനുശേഷം നമ്മൾ ഇത്തരത്തിൽ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ വലത് സൈഡ് മുകളിലായിട്ടായിരിക്കും മൊബൈൽ ഉണ്ടാവുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസുകൾ ഉണ്ടാകും. നമുക്ക് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ലൈവിലേക്ക് പോകാനും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒരു ലോങ് വീഡിയോ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അപ്ലോഡ് വീഡിയോസ് എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാകുമല്ലോ, ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ സെലക്ട് ഫയൽ എന്നൊരു ഭാഗം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന വീഡിയോസ് ഏത് ഫയലിലാണോ ഉള്ളത് ആ ഫയലാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാൻ എപ്പോഴും ലാപ്ടോപ്പിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഫയൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ തുറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അപ്ലോഡ് ആകുന്ന സമയത്ത് നേരെ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാനുള്ള ഒരു ഭാഗത്തിലേക്കാണ് നേരെ പോകുക. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ നേരത്തെ തന്നെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോസിന് വേണ്ട ടൈറ്റിൽ തന്നെയാണ് ഞാൻ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളും അത്തരത്തിൽ തന്നെ കൊടുക്കുക. നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു പേര് നിങ്ങൾ കൊടുക്കുക. ആ പേര് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ടൈറ്റിലായിട്ട് വരുന്നതായിരിക്കും. അത്തരത്തിൽ ടൈറ്റിലായി വരുന്ന സമയത്ത് നമുക്ക് യൂട്യൂബിലേക്ക് നമുക്ക് ടൈറ്റിൽ കൊടുക്കാതെ തന്നെ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് തന്നെ റീച്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഞാനൊരു ഈ ഒരു സ്ലാഷോ അങ്ങനത്തുള്ള ഭാഗങ്ങളൊന്നും അതിൽ വരില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേ കാര്യം ഞാനിവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ടൈറ്റിൽ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് തമ്പനെയിൽ നമ്മൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തമ്പനെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ തമ്പനെയിൽ എന്ന് കാണിക്കുന്നത്. ഈ തമ്പനെയിലിൻ്റെ ഇപ്പുറത്തായിട്ട് കുറേ ഓപ്ഷൻസുകൾ കാണുന്നുണ്ടോ. നമുക്കിത് ഒരു തമ്പനെയിലല്ല, ചിലപ്പോൾ 1, 2, 3 തമ്പനെയിലുകളൊക്കെ നമുക്ക് ഒരേ ഇടയ്ക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2, 3 കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ക്ലിക്ക് ചെയ്യുന്ന തമ്പനെയിൽ ഏതാണെന്ന് യൂട്യൂബ് തന്നെ മനസ്സിലാക്കിയിട്ട് ആ തമ്പനെയിലായിരിക്കും ഏറ്റവും കൂടുതലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്നതും ആ തമ്പനെയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻസ് കൂടി ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. നിങ്ങൾക്കത് 2, 3 തമ്പനെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു ഓപ്ഷൻ തന്നെയാണത്. അതിന് താഴെയായിട്ട് തന്നെ പ്ലേ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ പ്ലേ ലിസ്റ്റിലൊരു ഡ്രോപ്പ് ഡൗൺ ആരോ കാണിക്കുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഏത് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പ്ലേ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ പ്ലേ ലിസ്റ്റുകളും നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോസിന് പറ്റിയ ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹൗ ടു ചെക്ക് ആൻഡ് ടേൺ ഓഫ് ഫോൺ ടാപ്പിംഗ് ഹൗ ടു ചെക്ക് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ആൻഡ്രോയിഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആൻഡ്രോയിഡ് ഫോൺ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്ന ഒരു ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ഡൺ എന്ന് കൊടുക്കുക.
നിങ്ങൾക്ക് പുതിയതായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ താഴെ തന്നെ ഒരു ഓപ്ഷൻസ് ഉണ്ട്, ന്യൂ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ പ്ലേലിസ്റ്റിന് പുതിയതായിട്ടൊരു പേര് കൊടുക്കാം. പേര് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ ഡൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ, ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഡൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേലിസ്റ്റ് അവിടെ നമുക്ക് ആഡ് ആവുന്നതായിരിക്കും. ഇത്തരത്തിലാണ് നമ്മളൊരു പ്ലേലിസ്റ്റ് നമ്മൾ ഒരു വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു ഓപ്ഷൻ കൂടി കാണിക്കും. നമ്മൾ ഈ വീഡിയോ കുട്ടികൾക്കുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കുട്ടികൾക്കുള്ളതൊന്നും അല്ല, സാധാരണ മുതിർന്നവർക്കുള്ള ഒരു വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നോ എന്ന് തന്നെ കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കണം ആ യെസ് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നോ തന്നെ ഡിഫോൾട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഏജ് റെസ്ട്രിക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് കാണാൻ പാടില്ല എന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും കാണാം, സാധാരണ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നോ എന്ന് തന്നെ ഇവിടെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക. അവിടെ നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ എന്നാൽ എന്താ ഞാൻ ആദ്യം പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ഈ വീഡിയോയിലൂടെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ എന്നാണ് പറയുക. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് പെയ്ഡ് പ്രൊമോഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാൻ ഈ വീഡിയോ ആരോടും പൈസ വാങ്ങിച്ചിട്ട് പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഭാഗം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ പെയ്ഡ് പ്രൊമോഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, വെറുതെ വിടുന്നു. അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആൾട്ടർഡ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൾട്ടർഡ് കണ്ടന്റ് എന്നാൽ നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടാകും ആൾട്ടർഡ് കണ്ടന്റ് എന്നതിനെ കുറിച്ച്. നിങ്ങളുടേതല്ലാത്ത ക്രിയേറ്റിവിറ്റിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് AI വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ AI വെച്ചിട്ടുള്ള വോയിസ് കൊണ്ടോ ഒക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാതെ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന ക്ലിപ്പുകളും അതുപോലെ തന്നെ AI വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള ക്ലിപ്പുകളൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു ആൾട്ടർഡ് കണ്ടന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് യൂട്യൂബ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ യെസ് എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് അത്തരത്തിലൊന്നും തന്നെ ചെയ്യുന്നില്ല. എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ഒരു വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ആൾട്ടർഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ നോ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ചാപ്റ്റർ നിങ്ങൾ അലോ കൊടുക്കുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലേസസ് നിങ്ങൾ അലോ കൊടുക്കുക. ഓട്ടോമാറ്റിക് കൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അലോ കൊടുക്കാം. അതിന് താഴെ തന്നെയായിട്ട് നമുക്കിവിടെ കീവേഡ്സുകൾ, ടാഗ്സുകളൊക്കെ കൊടുക്കാനായിട്ട് ഒരു ഓപ്ഷൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ടാഗ്സുകൾ കണ്ടുപിടിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല ടാഗ്സുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോസിന് വേണ്ട ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിലുള്ള സെറ്റിങ്സുകൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എങ്ങനെയാണ് അറിയണമെന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ചെയ്യാനുള്ള എല്ലാ സെറ്റിങ്സുകളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടാഗ്സുകളൊക്കെ നിങ്ങൾ അതിൽ കൂടെ കൊടുക്കുക. ഇത് ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു തരാം എങ്ങനെയാണ് ഒരു ടാഗ്സുകൾ നമുക്ക് എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. ഞാനിപ്പോൾ യൂട്യൂബിലേക്ക് തന്നെ പോയതിനു ശേഷം ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ എന്തിനെ കുറിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ആ വീഡിയോസിനെ കുറിച്ച് നിങ്ങളിവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുക. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കാര്യത്തിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇതാണ്ടതാണ്. ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്തോടെ കുറേ സംഭവങ്ങളോട് വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ കീവേഡ്സുകളാണ്. ഈ കീവേഡ്സുകളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്യുക, നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു കീവേഡായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കോമ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കോമ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു കീവേഡ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ 500 വേർഡ്സ് വരെയ്ക്കും നമുക്ക് കീവേഡ്സ് കൊടുക്കാം. ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതെന്തിനാണ് കീവേഡ്സ് കൊടുക്കുന്നത് അതുകൂടി ഞാൻ പറയാം. നമ്മളൊരു കാര്യം യൂട്യൂബിൽ കൂടെ സെർച്ച് ചെയ്യുന്നില്ലേ, ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ച് ലിസ്റ്റിൽ നമ്മുടെ വീഡിയോസ് വരാനായിട്ടാണ് നമ്മൾ ഈ തരത്തിൽ കീവേഡ്സ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല നല്ല കീവേഡ്സ് കൊടുക്കുക. കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന തരത്തിലുള്ള കീവേഡ്സുകൾ
ആളുകൾ എന്തിനെ കുറിച്ചാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നത്. അതും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ്സുകളാണ് കൊടുക്കാൻ. അല്ലാതെ ആളുകൾ മറ്റെന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് അതൊക്കെ എടുത്ത് കൊടുക്കുക, അങ്ങനെ പറ്റില്ല. നമ്മൾ ഏത് വീഡിയോ എന്താണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീവേഡ്സുകൾ മാത്രമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് 500 വേർഡ്സ് വരെ നിങ്ങൾക്ക് കീവേഡ്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കീവേഡ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇതെല്ലാം സെറ്റിങ്സുകൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊബൈലിൽ കൂടെ ഞാൻ കൊടുക്കുന്നതാണ് ഈ സെറ്റിങ്സ്, ഈ കീവേഡ്സുകളൊക്കെ. നിങ്ങൾക്കും ഇത് മൊബൈലിൽ കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വീഡിയോ ലാംഗ്വേജ് നമ്മൾ മലയാളമാണ് കൊടുക്കേണ്ടത്. നിങ്ങളിത് മലയാളം കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്യാപ്ഷനിൽ സർട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. താഴെ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ അല്ലോ എംബഡിങ് നിങ്ങളത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ അല്ലോ എംബഡിങ് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അത് എനേബിളായിട്ട് ഈ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് മറ്റാരെങ്കിലും സോഷ്യൽ മീഡിയകളിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സോഷ്യൽ മീഡിയയിൽ, ഇപ്പോൾ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ വാട്സപ്പിലുള്ള ആൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ വാട്സപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും അത് ഓപ്പണായിട്ട് പ്ലേ ആവുക. അത്തരത്തിൽ പ്ലേ ആവുന്ന സമയത്ത് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകളാണെങ്കിൽ അതിന് പൈസയൊന്നും വരില്ല, ആഡ്സുകൾ കാണിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് റവന്യൂ ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആകാത്ത ചാനലുകളാണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലോ എംബഡിങ് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് വാച്ച് ടൈമും കിട്ടില്ല. എന്നാൽ ഇത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ, അതിപ്പോൾ വാട്സപ്പിലാണ് ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നിട്ട് അത് പ്ലേ ആവുകയും അതിലൂടെ ആഡ്സുകൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വാച്ച് ടൈം ലഭിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മളിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം താഴെ പബ്ലിഷ് ടു സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബേഴ്സ്, ഇതൊരിക്കലും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കരുത്. ഇത് ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ സബ്സ്ക്രൈബേഴ്സിന് ഒന്നും തന്നെ നോട്ടിഫിക്കേഷൻ പോകില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് ആളുകളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷനായിട്ട് യൂട്യൂബ് വിടും. ആ നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ നമ്മളിത് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ ഇത് ഡിസേബിൾ ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ ചാനലിൽ ഇത് ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിനുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് താഴെയായിട്ട് തന്നെ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ചാനലിൽ ഇത് എനേബിൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്കത് വേണമെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇത് എനേബിളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മാനുവൽ റിവ്യൂ ഡബ്സ് ബിഫോർ പബ്ലിഷിംഗ് എന്നുള്ളത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. താഴെ റിവ്യൂ ഡബ്സ് ഇൻ ആൾ ലാംഗ്വേജ് കൂടി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഷോർട്സ് റിമിക്സിംഗ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. ആ ഷോർട്സ് റിമിക്സിംഗ് ഞാനിവിടെ ഡു നോട്ട് അലോ റിമിക്സിംഗ് എന്നാണ് കൊടുക്കുന്നത്. അതായത് ഇതെന്താണ് കാര്യം എന്ന് ഞാൻ പറയാം. ഇവിടെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അത് മറ്റാരെങ്കിലും കാണുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് എടുക്കുന്നു. ആ ക്ലിപ്പിൽ കൂടെ അവരുടെ വോയിസുകൾ കൊടുത്ത് റിമിക്സ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക്. അതിനുള്ള അനുവാദമാണ് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിംഗ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മറ്റാരും എടുത്ത് അതിലൂടെ അവരുടെ വോയിസ് ഇട്ടിട്ട് ഒന്നും കൊടുക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. അതുകൊണ്ട് തന്നെ ഞാനത് ഡു നോട്ട് അല്ലോ റിമിക്സിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് ചെറിയ ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് അവരുടെ എടുക്കുന്ന ആളുകളുടെ വോയിസ് കൊടുത്തിട്ട് അവർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഡു നോട്ട് അല്ലോ റിമിക്സിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് കാറ്റഗറി, ഈ കാറ്റഗറി നമുക്ക് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാറ്റഗറിയാണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഒരു കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് എല്ലാ വീഡിയോസിലും നമുക്ക് വരുന്നതായിരിക്കും. എല്ലാ വീഡിയോസിലും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരില്ല. അപ്പോൾ അത്തരത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ഈ കാറ്റഗറി. അതിന് താഴെയായിട്ട് തന്നെ ഈ കമൻറ്റ് ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ മോഡറേഷൻ ബേസിക് കൊടുക്കുക. സോർട്ട് ബൈ ടോപ്പ് എന്ന് കൊടുക്കുക. താഴെയായിട്ട് ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദിസ് വീഡിയോ, അതായത് നമ്മുടെ വീഡിയോസിന് എത്ര ലൈക്കുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ടാണ് നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് വെക്കുക. അതിനുശേഷം
ശേഷം താഴെ ഇവിടെ നെക്സ്റ്റ് എന്നുണ്ടാകും. ആ നെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് വരും. മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലുകൾക്ക് ഇത്തരത്തിലൊരു മോണിറ്റൈസേഷൻ പേജ് ആയിരിക്കും ഇവിടെ വരിക. നമുക്കിത് മോണിറ്റൈസേഷൻ ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പേജാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് കൊടുക്കുക. ഡൺ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ മോണിറ്റൈസേഷൻ്റെ സ്യൂട്ടബിലിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ഈ ആഡ്സുകൾ കാണിക്കാനായിട്ട് ഈ വീഡിയോ യോഗ്യതയുണ്ടോ എന്നുള്ളതിനെ കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്കത് അപ്രൂവ് ചെയ്തു. ഈ നമ്മുടെ വീഡിയോസിൽ ആഡ്സുകൾക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെയാണ് നമ്മളിവിടെ നൺ ഓഫ് എബോ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കുക കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ആദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, അതുപോലെ തന്നെ അഡൾട്ട് കണ്ടന്റ്, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. വയലൻസ് ഉണ്ടാകാൻ പാടില്ല. ഷോക്കിംഗ് കണ്ടന്റുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഹാംഫുൾ ആക്ട് ആൻഡ് അൺറിയബിൾ ക്ലെയിം അതുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു നിങ്ങൾക്ക് വായിച്ച് നോക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, നല്ലതാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം ഇവിടെ സബ്മിറ്റ് റേറ്റിംഗ് എന്ന് കൊടുക്കാൻ മറക്കരുത്. സബ്മിറ്റ് റേറ്റിംഗ് കൊടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് റേറ്റിംഗ് കൊടുക്കുന്നു. നെറ്റ് ഇത്തിരി ഇവിടെ സ്ലോ ആണ്, അതുകൊണ്ടാണ് കുറച്ച് സമയം പിടിക്കുന്നത്. അപ്പോൾ അത് സേവ് ആയതിനു ശേഷം ഇവിടെ നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് വരും. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു സബ് ടൈറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പറ്റും, കാർഡ് കൊടുക്കാൻ പറ്റും. ഇതൊന്നും തന്നെ നമ്മൾ ഈ മൊബൈലിലെ ആപ്ലിക്കേഷനിലേക്ക് കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രോമിലൂടെയോ അല്ലെങ്കിൽ ഇതേപോലെ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സെറ്റിങ്സുകളെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിങ്സുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ ആഡ് ആകണമെങ്കിൽ നമ്മൾ ഈ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിലൂടെ ഞാൻ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഈ സെറ്റിങ്സുകളൊക്കെ നമ്മുടെ വീഡിയോസിൽ ആഡ് ആവുകയുള്ളൂ. അത് ആഡ് ആയാൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂസോ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സോ നമ്മുടെ വീഡിയോസ് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ക്രോം ബ്രൗസറിലൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ സബ് ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ആഡ് എന്ന് ഉണ്ടാകും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാനായിട്ട് ഒരു ഫയലായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓട്ടോ സിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് എനേബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ വീഡിയോ ഫുൾ അപ്ലോഡ് ആയാൽ മാത്രമേ നമുക്കത് എനേബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ മലയാളത്തിൽ തന്നെ അത് സബ് ടൈറ്റിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മാനുവലായിട്ടും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാനുവലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് മാനുവലി എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ടൈപ്പ് മാനുവലി എങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടൈപ്പ് മാനുവലി എന്നുള്ളതിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു സബ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റു കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്. ക്യാപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒന്നുകൂടി നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും താഴെയായിട്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക. ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ ക്യാപ്ഷൻ ഞാൻ കാണിച്ചത് എന്താണ് ക്യാപ്ഷൻ എന്ന് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്കിവിടെ വന്നു. ഇവിടെ ഒന്നുകൂടി നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നമുക്ക് ഓരോന്നായി കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്ത് വിടുന്നു, അത് വേണ്ട. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഒരു സബ് ടൈറ്റിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇവിടെ ഡൺ എന്ന് കൊടുക്കുന്നു. ഡൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സബ് ടൈറ്റിലിൻ്റെ ഭാഗം ഇവിടെ ഡൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു എൻഡ് സ്ക്രീൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ കണ്ട് അവസാനം എത്തുന്ന സമയത്ത് അതിൽ കുറച്ച് വീഡിയോസുകൾ 2-3 വീഡിയോസുകൾ കാണുന്നില്ലേ, വീഡിയോസ് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് ബട്ടൺ ഉണ്ടാകും. അത്തരത്തിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഇത് നമുക്ക് മൊബൈലിൽ കൂടെ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ നമുക്കിതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ഒരു എൻഡ് സ്ക്രീൻ കൊടുക്കാനായിട്ട് ഇവിടെ ആഡ് എന്ന് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2-3-4 ഓപ്ഷൻസുകളുണ്ട്. നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ളതാണിത്. ഞാനിവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോസും ഒരു സബ്സ്ക്രൈബേഴ്സും എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോസ് എന്നുള്ളതിൻ്റെ ഭാഗത്തൊന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2-3 ഓപ്ഷൻസ് നമുക്ക് വേറെ വരും ഈ ലെഫ്റ്റ് സൈഡായിട്ട് കേട്ടോ. മോസ്റ്റ് റീസെൻ്റ്ലി അപ്ലോഡ്, അതായത് നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത വീഡിയോസ്, പുതിയതായിട്ടുള്ള വീഡിയോസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനാണ് നമ്മുടെ കാണിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ആ ഒരു കോളത്തിൽ വരിക. താഴെയായിട്ട് തന്നെ ബെസ്റ്റ് ഫോർ വ്യൂവേഴ്സ്, അതായത് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കണ്ടിരിക്കുന്ന വീഡിയോസ്
ഏതാണോ അത് സെലക്ട് ആകുന്ന ഒരു ഓപ്ഷനാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നെക്സ്റ്റ് സേവ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോ ആയിരിക്കും അവിടെ വരുന്നത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഞാൻ ആ ഒരു കോളത്തിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ സെക്ഷനിലേക്ക് തന്നെയാണ് ഇവിടെ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റും കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ എലമെന്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വീഡിയോ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ചാനൽ കൊടുക്കാൻ പറ്റും, ലിങ്ക് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ മറ്റൊന്നും കൂടി കാണിച്ചു തരാം. ഒരു പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. പ്ലേലിസ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള നമ്മളുടെ ചാനലിലുള്ള പ്ലേലിസ്റ്റുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു പ്ലേലിസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു വീഡിയോസ് കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആ മേലുള്ളിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ഇവിടെ വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷം നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. ബെസ്റ്റ് ഫോർ വ്യൂവേഴ്സ് എന്ന് കൊടുക്കാം. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിരിക്കുന്ന വീഡിയോസ് അവിടെ ആഡ് ആകും. അതിനുശേഷം നമ്മളിവിടെ സേവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സേവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇത് നമ്മൾ സേവ് ആകുള്ളൂ. അപ്പോൾ ഇവിടെ സേവ് ആക്കുന്നുണ്ട്. സേവ് ആക്കിയതിന് ശേഷം താഴെ ആഡ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആഡ് കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ അത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ആഡ് കാർഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു വീഡിയോ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ഇടയിൽ വെച്ച് മുകളിലായിട്ടൊരു ലൈൻ പോലെ ഒരു ടൈറ്റിൽ കാണുന്നില്ലേ, ആ ടൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ പോകുന്ന ആ ഒരു വീഡിയോസിലേക്കായിരിക്കും പോകുന്നത്. അത്തരത്തിൽ നമ്മുടെ വീഡിയോസും കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ളതാണ് ഈ ഒരു ആഡ് കാർഡ് എന്നുള്ളത്. അത് നമ്മളിവിടെ ആഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെയും ഒരു വീഡിയോസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, മൗസ് പോയിന്റ്, നമുക്കിത് എവിടേക്കാണോ കൊണ്ട് വെക്കേണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും ആ ഒരു കാർഡ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോസ് മാത്രമാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നമുക്കിവിടെ എത്ര വേണമെങ്കിൽ വീഡിയോസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു വീഡിയോസ് മാത്രം കൊടുക്കുന്നുണ്ട്. ഇവിടെ വീഡിയോസ് മാത്രമല്ല കേട്ടോ കൊടുക്കാൻ പറ്റുന്നത്. വീഡിയോസ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് കൊടുക്കാൻ പറ്റും, ചാനൽ കൊടുക്കാൻ പറ്റും, ലിങ്കും കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു വീഡിയോസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ആ ഒരു വീഡിയോസ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് നേരത്തെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു വീഡിയോസ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ മേലെ സേവ് എന്ന് കൊടുക്കുക. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർഡ് എന്ന ആ ഒരു ഭാഗം കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിലത്തെ ഫുൾ കാര്യങ്ങൾ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ചെക്ക് എന്നൊരു ഭാഗം കാണാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും, ഫുൾ കംപ്ലീറ്റ് ആയാൽ മാത്രമായിരിക്കും ഈ ഒരു ഭാഗം നമുക്ക് എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോസിൽ കോപ്പിറൈറ്റോ മറ്റെന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് കാണണമെങ്കിൽ നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകണം. ആ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞാൽ മാത്രമേ, ചെക്കിങ് എല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ ഇത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കാണണമെങ്കിൽ നിങ്ങളിത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനാണ് പറയുന്നത്, നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നില്ല അത് പ്രൈവറ്റ് ആയിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് എന്നുള്ളതിന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പബ്ലിക്കിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പബ്ലിക്കിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ കോപ്പിറൈറ്റോ അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കില്ല. അത് പബ്ലിക് ആയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്നുള്ള ആക്ഷൻ നമ്മളുടെ വീഡിയോസിന് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങളത് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് വെക്കുക. ഞാൻ അൺലിസ്റ്റഡ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാനിവിടെ അൺലിസ്റ്റഡ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒരു കോപ്പറേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഡിലേറ്റ് ചെയ്ത് വിടുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. നമ്മൾ ഈ സേവ് എന്ന് കൊടുത്താൽ മാത്രമേ നമ്മൾ ഇത്ര നേരം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സെറ്റിങ്സുകളെല്ലാം തന്നെ സേവ് ആകുകയുള്ളൂ. അതുകൂടി നിങ്ങൾ ഓർമ്മയോടെ ചെയ്യുക. എല്ലാ സെറ്റിങ്സുകളും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും അത് സേവ് ചെയ്യാതെ പോകരുത്. പിന്നീട് നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ വീഡിയോസ് ഫുള്ളായിട്ട് അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് ഇവിടെ കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീഡിയോസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ
സെറ്റിങ്സുകളൊക്കെ നിങ്ങളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറും. അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളുടെ ചാനലിൽ വന്ന മാറ്റങ്ങൾ, കൂടുതലായിട്ട് വ്യൂസ് വരുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.